Good afternoon, all. Good afternoon, ma'am. Good afternoon. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലാലോ ചാപ്റ്ററില്? ക്ലിയർ അല്ലേ ചാപ്റ്റർ? സോ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ നോക്കുന്നത്, റിവൈസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അതിൽ കുറച്ച് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ നമുക്ക് റിവൈസ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 minute ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. 1 minute. ഞാൻ ഡിസ്പ്ലേ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. 1 minute നോക്കട്ടെ കേട്ടോ. സോറി ഓൾ, ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിലേക്ക് വരാം. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. പേജ് നമ്പർ 13 ആണ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? 13 സ്റ്റാർട്ട് ചെയ്തത്. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. നമ്മൾ റിക്രൂട്ട്മെന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈൻഡ് ഔട്ട് ദ പ്രോസ്പെക്റ്റഡ് കാൻഡിഡേറ്റ്സ് ഫോർ ഫില്ലിംഗ് actual and projected vacancies in an organization. ഒരു ഓർഗനൈസേഷനിലുള്ള ആക്ച്വൽ ആൻഡ് പ്രൊജക്റ്റഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വേക്കൻസീസ് ഫിൽ ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു എൻ്റർ പ്രോസസ്സിനെയാണ് ഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ച് റിക്രൂട്ട്മെന്റ് ചേഞ്ച് ചെയ്യും. അപ്പോ നമ്മള് നമ്മുടെ എന്ത് ചെയ്യണം, നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അതേപോലെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്
is the one of the most significant aspects for operating a business successfully. നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയി അധികം വളരെ ഇമ്പോർട്ടന്റ്, കാരണം നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസിനെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ക്വാളിറ്റി ഓഫ് ദ വർക്കേഴ്സ് ഡിറ്റർമിൻ ദ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാണ്? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ്. നമ്മൾ ചെറിയൊരു ഫേം എടുത്ത് നോക്കിയാലും വലിയൊരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കിയാലും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് അവിടുത്തെ സർവീസുകൾ ഇഷ്ടമാവും. ചിലപ്പോ നല്ല സർവീസ് തരുന്ന വർക്കേഴ്സ് ഉണ്ടാവും ചില സ്ഥാപനങ്ങളിൽ പോകുന്ന, അപ്പൊ ഒരു ഇംപ്രഷൻ ആണ്, ബെസ്റ്റ് ഇംപ്രഷൻ ഒക്കെ ഫീൽ ചെയ്യും. അപ്പോ നമ്മള് ഒരു നല്ല രീതിയിൽ റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവർ നല്ല രീതിയിൽ കോമ്പീറ്റന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ്ങും സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശരിക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്? അപ്പോയിന്റിംഗ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പൊസിഷൻ. ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ടൈം, എനർജി ആൻഡ് മണി ക്യാൻ ബി സേവ്ഡ്. അതെടുക്കട്ടെ. അപ്പോയിന്റിംഗ് ദ റൈറ്റ് പേഴ്സൺ ടു ദ റൈറ്റ് ജോബ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ നല്ല കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ജോബിലേക്ക് പേസ്റ്റ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അവിടെ സമയം ലാഭിക്കാം, എനർജി ലാഭിക്കാം, മണി ലാഭിക്കാം. നമുക്കറിയാം റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം എന്താണ് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. നമുക്ക് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. നമുക്ക് ഒത്തിരി വ്യക്തികളുടെ എനർജി ആവശ്യമുണ്ട്. ഇന്റർവ്യൂ ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം, അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് വരുന്നുണ്ട്? എക്സ്പെൻസ് വരുന്നുണ്ട്. നമുക്ക് അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് ഡെഫിനിഷൻസ് ആണ് നോക്കിയത്. എഡ്വിൻ ബി ഫിലിപ്സ് ഡെഫിനിഷനിൽ പറയുന്നത് സെർച്ചിങ് ഫോർ ദ പ്രോസ്പെക്റ്റീവ് എംപ്ലോയി ആൻഡ് സ്റ്റിമുലേറ്റ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ്. നമ്മൾ ആ പ്രോസ്പെക്റ്റീവ് എംപ്ലോയിനെ എന്ത് ചെയ്യുക? സെർച്ച് ചെയ്യുക, അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക, പ്രേരിപ്പിക്കുക, നമ്മുടെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യണം എന്ന് പ്രേരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്കാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻ്റയർ പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഫാദർ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു പ്രാക്ടീസ് ആൻഡ് ആക്ടിവിറ്റി ആണ് ക്യാരിഡ് ഔട്ട് ബൈ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ക്യാരി ഔട്ട് ചെയ്ത ഒരു ആക്ടിവിറ്റി ആണ് റിക്രൂട്ട്മെന്റ് വിത്ത് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക, അതേപോലെ അട്രാക്ട് ചെയ്യുക. ചില എംപ്ലോയീസിന് നമ്മുടെ സ്ഥാപനത്തിലേക്ക് അവരെ അട്രാക്ട് ചെയ്ത് എന്ത് ചെയ്യുക? അപ്പോയിന്റ് ചെയ്യുക. ഇതാണ് റിക്രൂട്ട്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഡെൽ യോർഡർ, റിക്രൂട്ട്മെന്റ് ഈസ് എ പ്രോസസ് ടു ഡിസ്കവർ ദ റിസോഴ്സ് ഓഫ് മാൻ പവർ ടു മീറ്റ് ദ റിക്രൂട്ട്മെന്റ് ഫോർ സ്റ്റാഫിംഗ് ഷെഡ്യൂളിംഗ്. സിമ്പിൾ ആണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാൻ പവർ റിക്രൂട്ട്മെന്റ് എത്രയാണ്, നമുക്ക് വേണ്ട ഹ്യൂമൻ ക്യാപിറ്റൽ റിക്രൂട്ട്മെന്റ് എത്രയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? ഡിസ്കവർ ചെയ്യുക. അവർ സ്റ്റാഫുകളെ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുക, അവരെന്ത് ചെയ്യുക? അട്രാക്ട് ചെയ്യുക, അവരെ സെലക്ട് ചെയ്യുക, സെലക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുക. ഇതാണ് റിക്രൂട്ട്മെന്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. റൈറ്റ് എംപ്ലോയിനെ റൈറ്റ് പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ രണ്ടും രണ്ടാണ്. നമ്മൾ അട്രാക്ട് ചെയ്യുന്നു, നമ്മൾ അവരെ നമ്മുടെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. അവിടെ വരെയാണ് ഇവിടെ വരുന്നത് റിക്രൂട്ട്മെന്റ് വരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാണ് നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. എല്ലാ എംപ്ലോയീസിന്റെ അടുത്തുനിന്നും നമ്മൾ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നില്ലേ? എല്ലാ എംപ്ലോയീസിന്റെ അടുത്തുനിന്നും ആപ്ലിക്കേഷൻസ് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഓൺ ഗോയിങ് പ്രോസസ് ആണ്. റിക്രൂട്ട്മെന്റ് ഒറ്റ ടൈം ഒരു അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ സ്റ്റോപ്പ് ആവുന്നില്ല, വീണ്ടും വീണ്ടും അതെന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ്ലി നമ്മൾ ആ ഒരു പ്രോസസ് ചെയ്യുന്നുണ്ട്. പെർസ്പെക്റ്റീവ് പ്രോസസ് ആണ്, പെർവസീവ് പ്രോസസ് ആണ്. എല്ലാവരിടത്തും മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഓർഗനൈസേഷൻ മുതൽ ഒരു വലിയൊരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ വരെ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 2-way പ്രോസസ് ആണ്. മെയിൻ ആയിട്ട് റിക്രൂട്ടും തമ്മിലുള്ള ഒരു 2-way പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ലിങ്കിങ് ആക്ടിവിറ്റി ആണ്. എംപ്ലോയർ ആൻഡ് എംപ്ലോയി തമ്മിലുള്ള ഒരു ലിങ്ക് ആണ് റിക്രൂട്ട്മെന്റിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ഒരു കോംപ്ലക്സ് ജോബാണ്. കാരണം മാനേജ്മെന്റിന് അതിൻ്റെതായ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ് പറഞ്ഞു. പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്,
കണ്ടിന്യൂസ് പ്രോസസ് ആണ്, പെർവസിവ് ഫംഗ്ഷൻ ആണ്, ടു-വേ പ്രോസസ്, ലിങ്കിങ് ആക്ടിവിറ്റി ആൻഡ് കോംപ്ലക്സ് ജോബ്സ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് പറഞ്ഞത്. ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞത് ബിസിനസ് ഗ്രോത്ത്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് സ്കിൽസും കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ, എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട് ചെയ്യുന്നത്. ഫില്ലിംഗ് ദ വേക്കൻസി യൂസ്ഡ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺ ഓവർ. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് സ്റ്റാഫുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വേക്കൻസീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിൽ ചെയ്യുന്നു. ചേഞ്ച് ഇൻ ദ റോൾ, ജോബ് റോള്. നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രമോഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്ന അവിടെ വരുന്ന വേക്കൻസീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്ത് ഫിൽ ചെയ്യുന്നു. ഇന്റേണൽ പ്രൊമോഷൻ പറഞ്ഞതാണ്. ഇന്റേണൽ പ്രൊമോഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരുന്നുണ്ട്? വേക്കൻസീസ് വരുന്നുണ്ട്. ഇൻക്രീസിങ് വർക്ക് ലോഡ്. നമ്മുടെ വർക്ക് ലോഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടി മോർ അഡ്വാൻസ്ഡ് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നിന്ന സമയങ്ങളിലാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ്സിൽ പുതിയ ബ്രാഞ്ചസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യും. സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയീസ് ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യും. ഈ ജോബ് റോളിൽ മാറ്റം വരുമ്പോൾ ഇപ്പൊ ജൂനിയർ അക്കൗണ്ടന്റ്, സീനിയർ അക്കൗണ്ടന്റ് ആയി ജോബ് റോളിൽ മാറ്റം വരുമ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് വരുന്നു. ഇന്റേണൽ പ്രൊമോഷൻ സെയിം ആണ്. ഇൻക്രീസിംഗ് വർക്ക് ലോഡ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്ത പറഞ്ഞോടാ. ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടന്റ് ആണോ? നമ്മൾ അങ്ങനെയല്ല നമ്മൾ നോക്കേണ്ടത്, ഓവറോൾ നോക്കണം. നേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഒബ്ജക്റ്റീവ്സിന്റെ ഇവിടെ പറയുകയാണെങ്കിൽ ഈ ASDA ഫുൾ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? അത് കുഴപ്പമില്ല, അതൊരു കമ്പനിയുടെ പേരാണ്. അങ്ങനെ നമ്മള് ഓക്കെടാ, ഞാൻ നോക്കിയിട്ടതല്ല. ഓക്കേട്ടാ, ചില ക്വസ്റ്റ്യൻസ് അതിന്റെ ഉള്ളിൽ നിന്നുണ്ടാവും. നമ്മൾ മോക്ക് ടെസ്റ്റ് നല്ല രീതിയിൽ നോക്കാം. ഞാൻ വേണമെങ്കിൽ നമ്മൾ ഇന്ന് പറഞ്ഞത് എത്ര വരെയാണ് പോർഷൻ? ഫാക്ടേഴ്സ് വരെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ ആണോ? അത്രയും വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റിക്രൂട്ട്മെന്റ് ആണ്. നമുക്കറിയാം 2 ടൈപ്സ് ഓഫ് ഫാക്ടേഴ്സ് ആണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് നെക്സ്റ്റ് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. cannot be controlled by the organization. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ലേബേഴ്സിന്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ലേബർ മാർക്കറ്റ്, ഗുഡ് വില്ല്. ഓരോ ഓർഗനൈസേഷനും നല്ല ഗുഡ് വില്ലുള്ള ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. ഗുഡ് വില്ല് കുറഞ്ഞ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ലീഗൽ എൻവയോൺമെന്റ്. നമ്മുടെ പൊളിറ്റിക്കൽ സോഷ്യൽ ലീഗൽ എൻവയോൺമെന്റ് നമ്മളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കോമ്പറ്റീറ്റേഴ്സും റിക്രൂട്ട്മെന്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതെല്ലാവരും നമ്മൾ എന്താണ്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാത്ത ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇന്റേണൽ ഫാക്ടേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് വരുന്ന ഫാക്ടേഴ്സ് ആണ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മുടെ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഫാക്ടേഴ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ഓരോ ഓർഗനൈസേഷനും എത്ര ഹ്യൂമൻ റിസോഴ്സ് വേണം, എത്ര സ്റ്റാഫുകൾ വേണം, അതിനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടാവും. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റേണൽ ഫാക്ടറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. റിക്രൂട്ട്മെന്റ് പോളിസീസ്. ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ റിക്രൂട്ട്മെന്റ് പോളിസീസ് ഉണ്ട്. ഇത് നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സൈസ് ഓഫ് ദ ഫേം. ഇപ്പോൾ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ റിക്രൂട്ട്മെന്റ് ഒരു കുറച്ച് എന്താണ് ഒരു നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും. സ്മോൾ സ്കെയിൽ ഫേം ആണെങ്കിൽ അത്രയും ലെസ് എംപ്ലോയീസിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്താൽ മതി. ഇനി കോസ്റ്റ്ലി ഒരു പ്രോസസ് അല്ലേ? കോസ്റ്റ് ഒരു പ്രശ്നമല്ലേ? റിക്രൂട്ട്മെന്റ് എക്സ്പെൻസ് മൊത്തം ആരാണ് ബോൺ ചെയ്യുന്നത്? എംപ്ലോയർ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഓണർ ആണ്. സോ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോസ്റ്റ്ലി പ്രോസസ് ആണ്. നമുക്കറിയാം, അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, അവരെ
അവർക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് ഫാക്ടേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. അതിൽ വരുന്ന മെയിൻ ഹെഡുകൾ നോക്കുക കേട്ടോ. ദെൻ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റിലേക്ക് വരാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 6 പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റിനെ സംബന്ധിച്ചുള്ളത്. മെയിൻ ആയിട്ട് എത്രയാണ് 6 പ്രോസസ്സുകളാണ് റിക്രൂട്ട്മെന്റിലുള്ളത്. ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ആണ്. നമുക്ക് എത്ര ഹ്യൂമൻ റിസോഴ്സ് വേണം, നമ്മുടെ സ്ഥാപനത്തിൽ എത്ര ഹ്യൂമൻ റിസോഴ്സ് വേണം, ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റെപ്പ് ആണ്. What is the first dash is the initial step in recruitment process എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്പർ ഓഫ് കോൺട്രാക്ട്, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് കോൺട്രാക്ട്, ഇതെല്ലാം നമ്മൾ ഏതിലാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഐഡന്റിഫൈങ് ദ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, നമുക്കറിയാം ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സുകൾ ഉണ്ട്. നമ്മൾ ഈ കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പോർഷനാണ് ഇന്റേണൽ എക്സ്റ്റേണൽ. ഓർഗനൈസേഷനകത്തു നിന്നും ഓർഗനൈസേഷന് പുറത്തു നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് സോഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി കോൺട്രാക്ടിന്റെ സോഴ്സ്, നമ്മൾ അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കണം. ഇന്റേണൽ ആവട്ടെ എക്സ്റ്റേണൽ ആവട്ടെ, അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഇന്റേണൽ ആണെങ്കിൽ നമുക്ക് നോട്ടീസ് ബോർഡ് വഴിയോ മറ്റ് രീതിയിലോ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് വരും. ദെൻ ആപ്ലിക്കേഷൻ ബോർഡ്, ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. എത്ര മാക്സിമം ആപ്ലിക്കേഷൻ കിട്ടുന്നു അത്രയും നല്ലതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ. മോർ അട്രാക്ട് മോർ ആൻഡ് മോർ കാൻഡിഡേറ്റ്സ്. എത്ര ആപ്ലിക്കേഷൻസ് കിട്ടുക അത്രയും നല്ലതാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട്. ദെൻ സെലക്ഷൻ പ്രോസസ് ആണ്. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നു. റിക്രൂട്ട്മെന്റിന്റെ നെക്സ്റ്റ് പ്രോസസ് ആണ് എന്ത്, സെലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് സെലക്ഷനെ കുറിച്ച് പഠിക്കും. ദെൻ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. നമ്മൾ ഈച്ച് ആൻഡ് എവറി സ്റ്റേജിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിലേക്ക് പോകുന്നുണ്ട് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ, ഐഡന്റിഫിക്കേഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് സോഴ്സിലുണ്ട് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ, കോൺട്രാക്ടിംഗ് സോഴ്സിലുണ്ട് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ, ആപ്ലിക്കേഷൻ പൂൾ ആൻഡ് സെലക്ഷൻ പ്രോസസ്. എല്ലാവർക്കും നമ്മൾ എല്ലാ സ്റ്റേജസിലും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോളോ ചെയ്തൊരു കാര്യമാണ്. നമ്മൾ കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക. ഇതെല്ലാം റിക്രൂട്ട്മെന്റിന്റെ സ്റ്റെപ്സുകളാണ്, അല്ലെങ്കിൽ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഒന്ന് ബുക്ക് ഒന്ന് എടുക്കട്ടെ, എന്റെ നോട്ട് ബുക്ക് ഒന്ന് എടുക്കട്ടെ കേട്ടോ. റീഡ് ചെയ്തിട്ടൊന്ന് പറയണോ കേട്ടോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ.
Okay, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ ക്വസ്റ്റ്യൻസ്? ഫസ്റ്റ് സെൻസ് തന്നെയാണ് മെയിൻ ആയിട്ട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. Dash is the process of finding out prospective candidates for filling the actual or projected vacancies in the organization. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഫൈൻഡ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിലെ ആക്ച്വൽ ആൻഡ് പ്രൊജക്റ്റഡ് വേക്കൻസീസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, clear ആണല്ലോ? Dash is the process of finding prospective candidates for filing the actual and projected vacancies in the organization. Set. Then നമ്മൾ ആ റൈറ്റ് എംപ്ലോയി, റൈറ്റ് പേഴ്സൺ, റൈറ്റ് പൊസിഷൻ അത് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം. Then ഇവരുടെ ഡെഫിനിഷൻസ് എഴുതിയ വ്യക്തികൾ നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം. റിക്രൂട്ട്മെന്റ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയി എന്ന് പറഞ്ഞത് എഡ്വിൻ ബി ഫിലിപ്പോ ആണ്. ബാർബർ പറഞ്ഞത് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ആൻഡ് പ്രാക്ടീസ് ആണ് ക്യാരിഡ് ഔട്ട് ബൈ ദ ഓർഗനൈസേഷൻ. ചില കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യാം. ഓർഡർ എന്ന് പറഞ്ഞത് സോഴ്സ് ഓഫ് മാൻ പവർ ടു മീറ്റ് ദ റിക്രൂട്ട്മെന്റ് ഓഫ് ദ സ്റ്റാഫ്. ഈ മൂന്ന് പേരുടെയും ഡെഫിനിഷൻസ് നമ്മൾ നോക്കി വെക്കാം. അപ്പൊ അത് നമ്മൾ നന്നായിട്ട് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോഡുകൾ യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് ഓർമ്മയിൽ ഉണ്ടാവും. ഓക്കെ, ഇനി recruitment is a dash process. Option A, എന്താ പറയാ, option A positive, option B continuous, option C two-way, and option D all of the above. All of the above? Yeah, അങ്ങനെ ചോദിക്കാമല്ലോ അല്ലെ? പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്, continuous process ആണ്, then two-way process ആണ്. അപ്പോ നമ്മൾ അങ്ങനെ നോക്കാം. അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഈസ് ഡാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് എ പോസിറ്റീവ്, ബി നെഗറ്റീവ് ആൻഡ് ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. റിക്രൂട്ട്മെന്റ് എന്ത് ഫംഗ്ഷൻ ആണ്? പോസിറ്റീവ് ഫംഗ്ഷൻ. പോസിറ്റീവ് ഫംഗ്ഷൻ. ഗ്രീഷ്മ, സരീജ, നിങ്ങൾ നാലുപേര് മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിൽ. അപ്പൊ നിങ്ങൾ അത് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ പഠിക്കുകയാണ്. ഓക്കെ, ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കേടാ. വിച്ച് ആർ ദ ടു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്? ഒബ്ജക്റ്റീവ്സ് കിട്ടോ കേട്ടോ. വിച്ച് ആർ ദ ടു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്രൂട്ട്മെന്റ്? ഏതൊക്കെ ഫാക്ടേഴ്സ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്? ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഓക്കെ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. അതിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഏതെല്ലാമാണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. പോയിന്റ് ഔട്ട് ചെയ്താൽ മതി. അതിൽ നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇന്റേണൽ ഫാക്ടർ എന്നോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ എക്സ്റ്റേണൽ ഫാക്ടർ എന്നോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയാ
different dash attract more candidates than needed at the time of recruitment from labor market. Dash attract more candidates than needed at the time of recruitment from labor market. A, notice board. B, announcement at official meetings. C, job vacancies. The newspapers. And D, all of the above. announcement, No, data നോക്കുന്നത് ലേബർ മാർക്കറ്റ് കേസിൽ പറയുമ്പോൾ നോട്ടീസ് ബോർഡ് ഉണ്ടോ, അനൗൺസ്മെന്റ് ഉണ്ടോ, ആൻഡ് ലോക്കൽ ന്യൂസ് പേപ്പർ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഓൾ ഓഫ് ദ ബോൺ ആൻസർ ആയിട്ട് വരാം. ഞാൻ പിന്നെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഡാഷ് ഈസ് ദ പ്രൈമറി ഇനീഷ്യൽ സ്റ്റെപ്സ് ഇൻ റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, dash is the initial steps in the recruitment process. എന്തായാലും ചോദിക്കും അല്ല, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നന്നായിട്ട് നോക്കാം. ഇത്രയും വരെയാണ് നമ്മൾ എവിടെ നോക്കിയത്, റിക്രൂട്ട്മെന്റിൽ നോക്കിയത് അല്ലെ. ഇത്രയും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് വരെയാണ് നമ്മൾ പഠിച്ചിട്ട് വരാൻ പറഞ്ഞത്. ബാക്കിയുള്ള പോർഷൻസ് എന്ന് പറയുന്നത് ഞാൻ റിക്രൂട്ട്മെന്റ് കുറച്ചും കൂടി എടുക്കുകയാണ്, കാരണം നമുക്ക് ടൈം ഉണ്ട്. സോ ഞാൻ ബാക്കിയുള്ള പോർഷൻസ് ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു പോകും. ഓക്കെ, ചിലപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചിലപ്പോ ഏതെങ്കിലും മിസ്സുമാരുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാണെങ്കിൽ മിസ്സുമാരോട് ചോദിച്ചിട്ട് അവരുടെ പോർഷൻസ് ആയിരിക്കും എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ റിക്രൂട്ട്മെന്റ് എങ്കിലും കംപ്ലീറ്റ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്സ് ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് ഇന്റേണൽ സോഴ്സിൽ പറയുകയാണെങ്കിൽ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ജോബ് പോസ്റ്റിംഗ്, എംപ്ലോയി റെഫറൽസ്, ഫോർമൽ എംപ്ലോയീസ്, പ്രീവിയസ് മാൻഡേറ്റ്സ്, അങ്ങനെ ഡിഫറെന്റ് ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ സോഴ്സിലേക്ക് വരാണെങ്കിൽ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, തേർഡ് പാർട്ടി മെത്തേഡ്സ് ആണ്. നമുക്ക് ഇന്റേണൽ സോഴ്സ് അറിയാം, എന്താണ് ട്രാൻസ്ഫർ, എന്താണ് പ്രൊമോഷൻ. നമ്മുടെ കോഴ്സിൽ നിന്ന് സെയിം ഗ്രേഡിലേക്ക് തന്നെ നമ്മൾ മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ലോവർ ലെവലിൽ നിന്ന്, ലോവർ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലേക്ക് എംപ്ലോയിനെ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രൊമോഷൻ. അപ്പോൾ എംപ്ലോയിക്ക് റെസ്പോൺസിബിലിറ്റി, സ്റ്റാറ്റസ്, കാര്യങ്ങളൊക്കെ കൂടുതൽ. ജോബ് പോസ്റ്റിംഗ് ആണ്, ഇൻഹൗസ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് ലോഗ്, കഫറ്റീരിയയിലൊക്കെ നമ്മൾ നോട്ടീസ് ആയിട്ട് പിന്നെ എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നോട്ടീസ് കൊടുക്കും. അതനുസരിച്ച് എംപ്ലോയിയുടെ ഓർഗനൈസേഷനിലുള്ള ആർക്ക് വേണമെങ്കിലും ആ ഒരു പോസ്റ്റിലേക്ക്, അത് പറയുന്ന ക്രൈറ്റീരിയ ഉള്ള വ്യക്തിക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എംപ്ലോയി റെഫറൽ, നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റെഫറൽ ചെയ്യാറുണ്ട്. ദാറ്റ്സ് എംപ്ലോയി റെഫറൽ എന്ന് പറയുന്നത്. ഫോർമർ എംപ്ലോയി, നമ്മുടെ സ്ഥാപനത്തിൽ മുൻപ് വർക്ക് ചെയ്തിരുന്ന എംപ്ലോയി ആണ്. മേ ബി സം റീസൺസ് കാരണം, ഹയർ സ്റ്റഡീസ് മറ്റു കാര്യങ്ങൾ കാരണം അധികം നമ്മൾ എന്താണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ വീണ്ടും ആ എംപ്ലോയിക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ എംപ്ലോയിനെയാണ് നമ്മൾ ഫോർമർ എംപ്ലോയി എന്ന് പറയുന്നത്. ഓർ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യാറുണ്ട്. ദെൻ പ്രീവിയസ് ആപ്ലിക്കന്റ്, നമ്മള് പ്രീവിയസ് ആപ്ലിക്കന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വോക്കിൻ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ആ കാൻഡിഡേറ്റ്സിനെ മേബി സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നീട് നമുക്ക് എമർജൻസി വരുമ്പോൾ നമ്മൾ പ്രീവിയസ് ആപ്ലിക്കൻസിൽ നിന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യും. എന്തെല്ലാമാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് വെച്ചാൽ, ഫെമിലിയാരിറ്റി, നമുക്ക് പരിചയം ഉണ്ടാവും, അവിടുത്തെ വർക്കും സ്ട്രക്ചറും കാര്യങ്ങളും മെമ്പേഴ്സിനെ ഒക്കെ നമുക്ക് പരിചയം ഉണ്ടാവും. ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ്, നമ്മുടെ ഇന്റേണൽ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക്, നമ്മുടെ ഓർഗനൈസേഷനകത്ത് തന്നെ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ്ലി ആവില്ല, നമുക്ക് സ്പെൻഡ് ഹ്യൂജ് മണി ഒന്നും വരുന്നില്ല, നമുക്ക് ടൈമും സേവ് ചെയ്യാൻ പറ്റും. മോട്ടിവേഷൻ വാല്യൂ, നമ്മൾ ഇന്റേണലി പ്രൊമോഷൻ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ തന്നെ നമുക്കൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരും. കാരണം എന്താണ്, ഞാൻ ഇത്രയും നാളെ എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതുകൊണ്ട് ഇന്ന് അവരെന്ത് ചെയ്തു, പ്രൊമോഷൻ തന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ഇനി ഡിമെറിറ്റ്സ് ഉണ്ട്, ഇന്റേണൽ സോഴ്സിന് അതിൻ്റെതായ ഡിമെറിറ്റ്സ് ഉണ്ട്. റെസ്ട്രിക്റ്റഡ് ചോയ്സ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻബ്രീഡിംഗ് ആണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് സിഗ്നിഫിക്കൻസ് ദാറ്റ് കമ്പനി നോട്ട് ലുക്കിംഗ് ഫോർ
ഹയർ ന്യൂ ആപ്ലിക്കൻ ഫ്രം ഔട്ട് സൈഡ്. നമ്മുടെ ഓർഗനൈസേഷൻ അകത്ത് നിന്ന് അവരെന്ത് ചെയ്യുന്നില്ല, പുറത്തുനിന്ന് ആരും എടുക്കുന്നില്ല. അകത്തുള്ള എംപ്ലോയീസിന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്. അവരെന്താണോ മുമ്പ് ചെയ്തിരുന്ന വർക്ക് അത് തന്നെയായിരിക്കും അവർ പിന്നീടുള്ള ജോബ് പൊസിഷനിൽ ചെയ്യുന്നത്. ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ, നമ്മൾ എന്തായാലും ഈ ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ആണ്. സീനിയോറിറ്റിയുടെ ബേസിൽ ഓട്ടോമാറ്റിക്കലി പ്രൊമോഷൻ വരുമ്പോൾ അവിടെ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. കോൺഫ്ലിക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ എംപ്ലോയീസിന്റെ ഇടയിൽ തന്നെ നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, കോൺഫ്ലിക്ട് കാര്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മേ ബി അവർ ശത്രുതയിലേക്കൊക്കെ നയിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറും. ഇനി നമ്മൾ നോക്കിയത് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മളതിൽ 3 മെത്തേഡ് പറഞ്ഞു, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് ആൻഡ് തേർഡ് പാർട്ടി. ഡയറക്റ്റ് മെത്തേഡ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ വർക്ക് ചെയ്യുന്നത് അവിടെ വന്ന് നമ്മൾ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് എന്താണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി പ്ലേസ്ഡ് ആവുന്നുണ്ട്. ഇനി അടുത്താണ് സ്ക്രൂട്ടിനി. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റെപ്രസെന്റേറ്റീവിനെ എന്ത് ചെയ്യും, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്യും. അവിടുത്തെ പെർസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് സെർച്ച് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, കോണ്ടാക്ട് ചെയ്യും. ജോബ് ഫെയർ ഒക്കെ കണ്ടക്ട് ചെയ്ത് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു, കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. റിക്രൂട്ട്മെന്റ് ഒരു ഫാക്ടറി ഗേറ്റ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ ഫാക്ടറി ഗേറ്റിൽ എല്ലാ ദിവസവും മോർണിംഗ് ആയിരിക്കും എല്ലാ ദിവസവും ഈ ഫാക്ടറി ഗേറ്റ് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഫാക്ടറിയുടെ ഫ്രണ്ടിൽ കൂടി നിൽക്കുന്ന എംപ്ലോയീസിന് എത്ര പേരെയാണ് നമുക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. ആ ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു. നമ്മളിൽ പറഞ്ഞത് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. അഡ്വർടൈസ്മെന്റ് വഴി റിക്രൂട്ട് ചെയ്യുന്നു, എംപ്ലോയീസ് ട്രേഡ് അസോസിയേഷൻസ് വഴി റിക്രൂട്ട് ചെയ്യുന്നു, പ്രൊഫഷണൽ അസോസിയേഷനിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നു. അതർ റിക്രൂട്ടർ ഫേംസുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആ ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ എക്സ്റ്റേണൽ സോഴ്സുകളും കഴിഞ്ഞു. സോറി, ഇൻഡയറക്റ്റ് മെത്തേഡ് കഴിഞ്ഞു. ദെൻ തേർഡ് പാർട്ടി മെത്തേഡ് ആണ്. നമുക്കറിയാം ഒരുപാട് ഏജൻസീസ് ഉണ്ട് ഇല്ലേ, റിക്രൂട്ടിംഗ് ഏജൻസീസ് ഒരുപാട് പേരുണ്ട്. പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ് ഉണ്ട്. അപ്പൊ അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് ഓർ പബ്ലിക് ഏജൻസീസ് ഉണ്ട്. നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കാർഡ് ഉണ്ടോ? അതൊക്കെ ഒന്ന് പോയി പുതുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ അതുവഴിയും റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ക്വാളിഫിക്കേഷൻ ആൻഡ് നമ്മളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് ജോലി കിട്ടും. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നത് കളമശ്ശേരിയിലായിരുന്നു, മുനിസിപ്പാലിറ്റി ഇവിടെ അക്കൗണ്ട്സിൽ ട്രെയിനി ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഒരു പോസ്റ്റിലേക്ക് അവിടെ എംപ്ലോയിനെ എന്ത് ചെയ്തു, റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്ക്വേർഡ് കാസ്റ്റ് ആണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയായിരുന്നു റിക്രൂട്ട് ചെയ്തത്. ദെൻ ആ ഒരു പോസ്റ്റിലേക്ക് തന്നെ ആ ഒരു സ്റ്റാഫ് ഞാൻ പോരുന്നതിന് മുമ്പായിട്ട് തന്നെ പെർമനന്റ് ആയിട്ട് മാറി ആ ഒരു പോസ്റ്റിലേക്ക്. സോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നമ്മൾ റിക്രൂട്ട് ചെയ്താലും ഒത്തിരി നാളത്തേക്ക് നമുക്ക് പെർമനന്റ് സ്റ്റാഫ് ആവാനൊക്കെ പറ്റും. അവിടെ കുറച്ച് നാള് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു ടെസ്റ്റും കൂടി എഴുതാൻ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കത് പെർമനന്റ് സ്റ്റാഫ് ആയിട്ട് മാറും. ദെൻ സ്കൂൾസ്, കോളേജ് ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂ കോളർ ജോബ് ആൻഡ് വൈറ്റ് കോളർ ജോബ് മാനേജർ പേഴ്സൺസിന് വേണ്ട റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ അസോസിയേഷൻ ഓഫ് റിക്രൂട്ടിംഗ് ഫേം ഓർ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ്, നമ്മൾ പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ട് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാവുന്ന പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ട്. റിക്രൂട്ടിംഗ് ഫ്രെയിമുകളുണ്ട്. മറ്റു കമ്പനികൾക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഫേമുകളുണ്ട്. അതുവഴി നമുക്ക് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ട്രേഡ് യൂണിയൻസ് വഴി റിക്രൂട്ട്മെന്റ്, അപ്പൊ ട്രേഡ് യൂണിയൻസ് എന്തെങ്കിലും കാൻഡിഡേറ്റ്സിനെ റെക്കമെൻഡ് ചെയ്യും. കാഷ്വൽ ലേബേഴ്സ് ആൻഡ് ആപ്ലിക്കൻസ് അറ്റ് ഗേറ്റ്, നമ്മൾ പറഞ്ഞില്ലേ ലേബേഴ്സ് ഗേറ്റ് റിക്രൂട്ട്മെന്റ്, ഫാക്ടറി ഗേറ്റ്, അത് തന്നെയാണ് നമ്മൾ ഫാക്ടറിയുടെ ഗേറ്റിൽ നിൽക്കുന്ന എംപ്ലോയീസിന് നമ്മൾ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നു. വോളണ്ടറി ഓർഗനൈസേഷൻസ് വഴി നമ്മളിപ്പോ വിഡോസ്, അൺമാരീഡ് വുമൻസിന്റെ അസോസിയേഷൻസ്, ഓർ ഏജ്ഡ് പേഴ്സൺസിന്റെ അസോസിയേഷൻ, റിട്ടയർഡ് പേഴ്സൺസിന്റെ അസോസിയേഷൻ, അവിടെ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വോളണ്ടറി ഓർഗനൈസേഷൻ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നു. കമ്പ്യൂട്ടർ ഡാറ്റാബേസ്, നമ്മൾ എല്ലാവരുടെയും ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് Naukri.com അങ്ങനെ ഒരുപാട് സൈറ്റുകളുണ്ടല്ലോ. അപ്പൊ നമുക്ക് മാച്ച് ആയിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ എംപ്ലോയർക്ക് ഏത് എംപ്ലോയർക്കാണോ നമ്മളുടെ പ്രൊഫൈലായിട്ട് മാച്ച് ആകുമ്പോൾ അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ
അൺകൺസോൾട്ടേറ്റഡ് ആപ്ലിക്കേഷൻസ്, സ്മോൾ നമ്പർ ഓഫ്, നമ്മൾ ചില പോസ്റ്റുകളിലേക്ക് കുറച്ച് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അപ്ലൈ ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ നമ്മൾ കമ്പൽസറി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് 1 മിനിറ്റ് ക്യാമറ, ഓക്കെ കുഴപ്പമില്ല. നമ്മൾ പിന്നെ നോക്കുന്നത് മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് ആണ്. നമ്മൾ പുറത്തുനിന്ന് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈഡ് ചോയ്സ് ആണ്, ഒരുപാട് ഹ്യൂജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്, ഫ്രഷ് ആയിട്ടുള്ള ടാലന്റ്സിന് നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും. മോട്ടിവേഷണൽ ഫോഴ്സ് ആണ്, പുറത്തുനിന്ന് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസിന് ഒരു മോട്ടിവേഷൻ ആണ്, കാരണം അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഫീലിംഗ് വരും. ലോങ് ടൈം ബെനിഫിറ്റ്സ് ആണ്, പുറത്തുനിന്ന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു ലോങ് ടൈം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഡിമെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് ആണ്, എക്സ്പെൻസീവ് ആണ്. ഡിമെറിറ്റ്സിൽ പറയുന്നത് എക്സ്പെൻസീവ് ആണ് അല്ലെ, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. അഡ്വർടൈസ്മെന്റ്, സ്ക്രീനിങ്, ടെസ്റ്റിംഗ്, സെലക്ട് ചെയ്യുന്നൊക്കെ പറയുന്നത് റൈറ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്താലും ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. ഡിമോട്ടിവേറ്റിംഗ് പ്രോസസ് ആണ്, നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നിർത്തിയിട്ട് പുറത്തുനിന്ന് എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഡിമോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു മോട്ടിവേഷൻ കുറയ്ക്കും. അൺസർട്ടനിറ്റി ആണ്, നമ്മൾ ആ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സും റൈറ്റ് കാൻഡിഡേറ്റ്സ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവർ വർക്ക് ചെയ്ത് തുടങ്ങിയാൽ മാത്രമാണ് അവർ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ആണോ അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉറപ്പ് പറയാനായിട്ട് പറ്റുന്നത്. ദെൻ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്, അതുകൂടെയാണ് പോർഷൻ ഉള്ളത്. അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാണ്. ഇമ്പോർട്ടൻസ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്. ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രസന്റ് ഇക്വാളിറ്റിയും ഇനി വരാൻ പോകുന്ന ഹ്യൂമൻ റിസോഴ്സ് റിക്രൂട്ട്മെന്റ് എന്തെല്ലാമാണ്, എത്ര എംപ്ലോയീസിന് വേണ്ടി വരും, അവരുടെ പൊസിഷൻ എന്തൊക്കെയാണ്, ക്വാളിഫിക്കേഷൻ ഏത് വേണം, എന്തെല്ലാം വർക്കാണ് ഓരോ എംപ്ലോയീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. ക്രിയേറ്റ് ആൻഡ് ഇൻക്രീസ് ആപ്ലിക്കൻസ് പൂൾ, നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻസ് മാക്സിമം കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ടാലന്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ നിന്ന് ആപ്ലിക്കേഷൻസ് മറ്റും കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ട്രൈ ചെയ്യണം. എത്ര ആപ്ലിക്കേഷൻസ് കിട്ടുന്നോ അത്രയും നല്ലതാണ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ സംബന്ധിച്ച് എത്ര ആപ്ലിക്കേഷൻസ് കിട്ടുന്നോ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് മെയിൻ ആയിട്ട്. ഇൻക്രീസിംഗ് ദ സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ, സെലക്ഷന്റെ സക്സസ് റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഒരു റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ സെലക്ഷൻ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് മുതൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് സെലക്ഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓർഗനൈസേഷന്റെ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യുന്ന രീതിയിൽ, അവരുടെ റിക്വയർമെന്റ്സ് കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാനായിട്ട്. ഇൻക്രീസ് ആൻഡ് ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ്, എന്താണ് നമ്മളുടെ എഫക്റ്റീവ്നെസ്, കാര്യക്ഷമത കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് റിക്രൂട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യും. പ്രോപ്പർ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യും. റെഡ്യൂസ് ടേൺ ഓവർ, നമുക്കറിയാം എംപ്ലോയീസ് ടേൺ ഓവർ എന്താണ്, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയീസ് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എംപ്ലോയീസ് ടേൺ ഓവർ എന്ന് പറയുന്നത്. സോ മാക്സിമം നമ്മൾ എംപ്ലോയീസ് ടേൺ ഓവർ കുറയ്ക്കാൻ ശ്രമിക്കണം. കാരണം നമ്മളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തണം എന്നുള്ളത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് എന്താണ്, ഉത്തരവാദിത്തത്തോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ റിക്രൂട്ട്മെന്റിന് നല്ലൊരു റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ എംപ്ലോയീസ് ടേൺ ഓവറും ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഒരു പോർഷൻ നമ്മൾ ഇന്നത്തെ റീഡ് ചെയ്തൊരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, സോഴ്സസ് അല്ലേ, സ്റ്റെപ്സ് വരെയും പറഞ്ഞില്ലേ, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് മുതൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കട്ടെ കേട്ടോ.
റീഡ് ചെയ്ത് എനിക്ക് പറയണോ കേട്ടോ, വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്ത് തുടങ്ങാനായിട്ട്. റീഡ് ചെയ്തോ? ക്വസ്റ്റ്യൻസ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോർസ് റെസ്യൂംസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോർ എന്ന് വെച്ചാൽ ശേഖരിക്കുന്നു, റെസ്യൂംസ് ഇൻ എ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ടു മാച്ച് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഏതാണ് ഈ പറയുന്നതിൽ കമ്പ്യൂട്ടറിൽ നമ്മുടെ റെസ്യൂമ CV സ്റ്റോർ ചെയ്യുന്നത്? ട്രേഡ് യൂണിയൻ ആണോ, പ്രൊഫഷണൽ അസോസിയേഷൻസ് ആണോ, വോളണ്ടറി അസോസിയേഷൻ ആണോ, കമ്പ്യൂട്ടർ ഡാറ്റ ബാങ്ക്സ് ആണോ? ഇതിൽ ഏതാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്? എവിടെയാണ്? ഡാറ്റ ബാങ്ക്സിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. ഹു ആർ കാഷ്വൽ ലേബേഴ്സ് ഓർ ആപ്ലിക്കൻസ് അറ്റ് ഗേറ്റ്? ആരാണ് കാഷ്വൽ ലേബേഴ്സ്? അല്ലെങ്കിൽ നമ്മളൊരു മറ്റൊരു പേര് പറയുന്നുണ്ട്, ആപ്ലിക്കൻസ് അറ്റ് ഗേറ്റ് എന്ന് പറയുന്നത് ആരെയാണ്? ഓൺലി പാർട്ട് ടൈം മാനേജേഴ്സിനെയാണോ, പീപ്പിൾ ഹു വിസിറ്റ് സോഷ്യൽ ക്ലബ്സ് ആണോ, ഡെയിലി വേജ് വർക്കേഴ്സ് ഹു വെയിറ്റ് അറ്റ് ഫാക്ടറി ഗേറ്റ് ഓർ എംപ്ലോയ്മെന്റ് സൈറ്റ് ആൻഡ് ജോബ് പോസ്റ്റിംഗ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്? ഇതിൽ ആരെല്ലാമാണ് ഡെയിലി വേജ് ബേസിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവർ ഫാക്ടറിയുടെ ഗേറ്റിലോ എംപ്ലോയ്മെന്റ് സൈറ്റിലോ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്, ഫസ്റ്റ് ടൈംസ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോ ആരാണ് ആപ്ലിക്കൻസ് അറ്റ് ഗേറ്റ്? ആരാന്നോ ശ്രദ്ധിച്ചിരിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് മെറിറ്റ്സ് ഏതാണ്? ഞാൻ റീഡ് ചെയ്യാം, നിങ്ങൾ പറഞ്ഞാൽ മതി. ഹൈ കോസ്റ്റ്, എംപ്ലോയീസ് ലാക്ക് motivation, familiarity with the organizational environment, need for external training. High cost, employees lack of motivation, familiarity with the organization and environment. നമ്മുടെ ഓർഗനൈസേഷൻ ആയിട്ട് നല്ല ഫെമിലിയർ ആയിരിക്കും, എൻവയോൺമെന്റ് ആയിട്ട് നല്ല ഫെമിലിയർ ആയിരിക്കും. ഇന്റേണൽ സോഴ്സ് ആണെങ്കിൽ അല്ലേ ഫെമിലിയർ ആവാ? ഫെമിലാരിറ്റി ആണ് കേട്ടോ, നമുക്ക് പരിചയമായിരിക്കും നമ്മുടെ ഓർഗനൈസേഷനിലെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. പ്രമോഷനോ ചെയ്യുന്ന എംപ്ലോയീസിന് ഫെമിലിയർ ആയിരിക്കും. Which of the following is a method where a notice is posted outside for job seekers? Which of the following is the method where a notice is posted outside for the job seeker? എന്നുവെച്ചാൽ നോട്ടീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ഓർഗനൈസേഷന്റെ പുറത്ത് നോട്ടീസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓൺലൈൻ ആപ്ലിക്കേഷൻസിലാണോ, റിക്രൂട്ട്മെന്റ് ഫാക്ടറി ഗേറ്റിലാണോ? ഇത് എന്താണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് എന്നാണോ പറയുന്നത്, റിക്രൂട്ട്മെന്റ് അറ്റ് ഫാക്ടറി ഗേറ്റ് എന്നാണോ പറയുന്നത്, അഡ്വർടൈസ്മെന്റ് ഇൻ ജേർണൽസ് എന്നാണോ പറയുന്നത്, എംപ്ലോയ്മെന്റ് ഏജൻസീസ് എന്നാണോ പറയുന്നത്? Recruitment at factory gate. Okay. What is the aim of campus recruitment
അണ്ടർ ഡയറക്റ്റ് മെത്തേഡ്. എന്താണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിന്റെ മെയിൻ എയിം എന്നുള്ളതാണ്? ടു കണ്ടക്ട് എക്സാംസ് ആണോ? അല്ല. ടു ഫിൽ ഇന്റേണൽ വേക്കൻസീസ് അല്ല. ഓർഗനൈസേഷൻ അകത്ത് തന്നെ വേക്കൻസീസ് ഫിൽ ചെയ്യാം. ടു ഹയർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമുക്ക് ക്യാമ്പസിൽ നിന്ന് അല്ല. ടു ഗെറ്റ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഫ്രം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ? ഓക്കെ. Which merits of internal source refers to limited choice and opportunities. താഴെ പറയുന്നതിൽ ഏതാണ് ലിമിറ്റഡ് ചോയ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്? കോൺഫ്ലിക്റ്റ്, ഇൻബ്രീഡിംഗ്, റെസ്ട്രിക്റ്റഡ് ചോയ്സ്, ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. Restricted choice. റെസ്ട്രിക്റ്റഡ് ചോയ്സ് ആണ്, കാരണം ലിമിറ്റഡ് ചോയ്സും റെസ്ട്രിക്റ്റഡ് ചോയ്സും സെയിം ആണ്. Which demerits arise when unpromoted employees feel dissatisfied. എപ്പോഴാണ് അൺപ്രമോട്ടഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഡിസാറ്റിസ്ഫാക്ഷൻ വരുമ്പോൾ എന്ത് ഡിമെറിറ്റ്സ് ആണ് അറൈസ് ചെയ്യുന്നത്? എന്താണ് സംഭവിക്കുന്നത്? അൺപ്രമോട്ടഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അവര് ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്ന സമയത്ത് എന്താ പ്രശ്നം വരുന്നത് ഓർഗനൈസേഷനിൽ? ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ, ഇൻബ്രീഡിംഗ്, കോൺഫ്ലിക്റ്റ്, എക്കണോമി. Conflict. അതെ, കോൺഫ്ലിക്റ്റ് ആണ്. തർക്കങ്ങളും പ്രശ്നങ്ങളാണ് സാധാരണയായിട്ട് വരുന്നത്. Which of the following is the merits of external source of recruitment? External source of recruitment merits. നോക്കുക, external ആണ്. Limited choice, injection of fresh talent, less motivational force, long-term motivation. ഓക്കെ, ഞാൻ പറയാം. ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റഡ് ആണ്. നമുക്ക് പുറത്തുനിന്ന് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണ് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഫ്രഷ് ടാലൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻജെക്ട് ചെയ്യാനായിട്ട് പറ്റും. എക്സ്റ്റേണൽ സോഴ്സിന്റെ ഡിമെറിറ്റ്സ് ഏതാണ്? What is a demerits of external source of recruitment? Wide choice, motivational force, expensive, long-term benefits. ഇതിൽ ഏതാണ് ഡിമെറിറ്റ്സ്? Expensive. എക്സ്പെൻസീവ് ആണ്. ഓക്കെ, കറക്റ്റ് കേട്ടോ. Then how does external recruitment affect internal employee? എങ്ങനെയാണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ഇന്റേണൽ എംപ്ലോയീസിനെ അഫക്ട് ചെയ്യുന്നത്? It reduces their motivation. അവരുടെ മോട്ടിവേഷൻ കുറയ്ക്കുന്നു. It encourages them to resign. അവരെ റിസൈൻ ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുന്നു. It motivates them to work harder. അപ്പോ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. It has no effect on internal employees. ഇതിലേതാണ്? മോട്ടിവേഷണൽ ഫോഴ്സ് ആണ്. കാരണം പുറത്തുനിന്ന് ഒരു എംപ്ലോയിനെ നമ്മൾ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ ആണ്. കാരണം എന്താണ്? നമ്മളെ പറഞ്ഞു വിടോ, നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളെ പറഞ്ഞു വിടാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു ഭയം ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ഇറ്റ് മോട്ടിവേറ്റ്സ് ദം ടു വർക്ക് ഹാർഡ് ആണ്. What is a possible risk of external recruitment? എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് മെയിൻ ആയിട്ടുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി അബൌട്ട് സ്യൂട്ടബിലിറ്റി ആണ്. നമ്മളുടെ കാൻഡിഡേറ്റ്സ് സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യം നമുക്ക് ഡൗട്ട് ആയിരിക്കും. നമ്മൾ അൺസർട്ടനിറ്റി ആണ് അതിന്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് ഹെൽപ്സ് ടു മെയിൻ ആയിട്ടുള്ള പ്രോസസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ദ പൂൾ ഓഫ് ആപ്ലിക്കൻസ്. ഞാൻ പറഞ്ഞിട്ട് എത്ര മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടും അത്രയും നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം? കളക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇതാണ് റിക്രൂട്ട്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള എന്താണ് എയിം എന്ന് പറയുന്നത്. എന്താണ്? റിക്രൂട്ട്മെന്റ് ഹെൽപ്സ് ടു മാക്സിമൈസ് ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണ്. ഓക്കെ, ദെൻ ഇന്ന് ഞാൻ മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ മോക്ക് ടെസ്റ്റ് റിവിഷൻ അല്ലേ നോക്കിയിട്ട്, അതുകൊണ്ട് ഞാൻ മോക്ക് ടെസ്റ്റ് കൊടുക്കില്ല കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ സെലക്ഷന്റെ പോർഷനിൽ എത്ര വരെ നോക്കണം എന്ന് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം പോർഷൻസ് റിവിഷന്റെ ടൈമിൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? ക്ലിയർ ആയോ? ഇത് എഫക്റ്റീവ് ആണോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയുന്നത് സെലക്ഷൻ തുടങ്ങി പേജ് നമ്പർ 23 മുതൽ പേജ് നമ്പർ 23 മുതൽ
Disadvantages of application form under page number 31. Page number 31. The disadvantages of application form. ഇവിടെ വരെ നോക്കിയിട്ട് വേണം കേട്ടോ. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ നോക്കാം. മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം വരെ നോക്കാം. സെലക്ഷൻ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ, അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം വരെ നിങ്ങൾ നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പൊ താങ്ക് യു ഗ്രീഷ്മ, ഗീതു. നിങ്ങളുടെ പേരെന്താണ്? സരിജ. 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 ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു മിസ്. Thank you. Thank you.